അങ്ങനെ അവസാനം ഗബ്രി തന്റെ പ്രണയം ജാസ്മിന്റെ അടുത്ത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ജാസ്മിൻ ഗബ്രി അവരെ കാണിച്ചുകൊണ്ടാണ്. അതായത് അവരെ ഇണക്കവും പിണക്കവും അതൊക്കെയാണ് കാണിക്കുന്നത്. അവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജാസ്മിൻ അവിടെ ഗെയിം മാറ്റി പിടിച്ച് കളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ലൈവിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അത് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷെ ആ വീഡിയോ ഇടത്തില്ലായിരുന്നു. കാരണം ജാസ്മിൻ അങ്ങനെ ഗെയിം മാറ്റി പിടിക്കാൻ ഒരു ലക്ഷണം കാണുന്നില്ല. അഥവാ ജാസ്മിൻ ഗെയിം മാറ്റി പിടിച്ചാലും ഗബ്രി അതിനൊട്ടും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നടന്നത്. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ്സ് ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ലാലേട്ടൻ്റെ അടുത്ത് പറയണ്ടായില്ലേ, എനിക്ക് പവർ റൂമിൽ പോകാൻ ആഗ്രഹമുണ്ട്. കാരണം അവിടുത്തെ എല്ലാവരും പറയുന്നുണ്ട് ഞാനും ഗബ്രി ഒരുമിച്ച് നിൽക്കുന്ന കളിക്കുന്നതിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അതേ തുടർന്ന് ജാസ്മിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതില് നമ്മുടെ ഗബ്രിക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടായി. കാരണം ഗബ്രിക്ക് അതങ്ങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതിനുശേഷം ജാസ്മിന്റെ അടുത്ത് മാറി മാറിയായിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ലൈവിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു, ഫുഡ് കഴിക്കുന്നതൊക്കെ തന്നെ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വേണമെങ്കിൽ ജാസ്മിൻ അപ്പോൾ അതിനകത്ത് സങ്കടമൊന്നും ഇല്ലാതെ തന്നെ പോയി തന്നെ കഴിക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു ചിലപ്പോൾ ജാസ്മിൻ വേണമെങ്കിൽ മാറി കളിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചത്. അതിനുശേഷമാണ് ലൈവിൽ കുറെ സംഭവവികാസങ്ങളൊക്കെ നടന്നത്. നമ്മുടെ ജാസ്മിൻ അതിനിടയ്ക്ക് പോയി കരയുന്നുണ്ട്. പിന്നെ അവിടെ വേറെ സീനുകൾ, അങ്ങനെ കുറെ സീനുകളൊക്കെ ഉണ്ടായി. അവസാനമാണ് നമ്മുടെ ഗബ്രി കുറെ സമയത്തിന് ശേഷം ജാസ്മിൻ അപ്പോൾ അവിടെ കിടന്ന് കരയായിരുന്നു. അപ്പൊ ജാസ്മിന്റെ അടുത്തോട്ട് ഗബ്രി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിച്ചിട്ട് പറയുന്നുണ്ട്, യു എന്തോ നിനക്കറിയില്ല ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഒരു ഐഡിയ നിനക്കില്ല എന്നാണ് ഗബ്രി അവിടെ പറഞ്ഞത്. അതായത് തനിക്ക് നിന്റെ അടുത്തുള്ളത് ഫ്രണ്ട്ഷിപ്പോ അതോ ഒരു റൊമാൻസിനെക്കാട്ടും അപ്പുറമുള്ള ഒരു സ്നേഹമാണ് എന്നാണ് ഗബ്രി അവിടെ പറഞ്ഞത്. അതായത് അതിനർത്ഥം എന്താന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ജാസ്മിൻ അവിടെ എനിക്ക് തോന്നുന്നു ജാസ്മിൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രതികരിച്ചില്ല. ഒരു രീതിയിലും പ്രതികരിച്ചു. കാരണം ജാസ്മിന് ഒട്ടും താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് അവിടെ കാണിക്കാനായിട്ട് ജാസ്മിന് താല്പര്യമില്ല. അല്ലാത്ത രീതിയിൽ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോംബോ സൃഷ്ടിക്കാനായിരുന്നു ജാസ്മിന് താല്പര്യം എന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഗബ്രി അങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഇതിൽ റെസ്പോണ്ട് ചെയ്യാമായിരുന്നു. ജാസ്മിൻ അവിടെ വേറെ ഒന്നും പറഞ്ഞില്ല. ജാസ്മിൻ ആകെ പെട്ടൊരു അവസ്ഥ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും പറയണേ. ഒന്നും പറയാതെ തന്നെ ഓക്കെ എന്നാ നമുക്ക് ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഉറങ്ങാൻ വേണ്ടി പോവായിരുന്നു. അതിനുശേഷം വേറെ ടോക്ക് ഒന്നും വന്നില്ല. ഞാൻ പിന്നെ വിചാരിച്ചു ഈ മോർണിംഗ് വരുമ്പോ ഇത് തുടർന്നുള്ള എന്തെങ്കിലും ടോക്ക് ആയിരിക്കും ഉണ്ടാവുക എന്ന് ഓർത്തു. പക്ഷെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. കാരണം എനിക്ക് ഇവരെ കുറിച്ച് ഒരു ഇതും കിട്ടുന്നില്ല. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം രാത്രി ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയേഴ്സും ഒരു ഇതിലുള്ള കോമ്പോസും ആണ് അവർ സൃഷ്ടിക്കുന്നത്. പകലാണെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു കോംബോ ആണ് അവർ സൃഷ്ടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏതാണ് ശരി ഏതാണ് ഫേക്ക് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവരുടെ ഗെയിം എന്താണെന്നും ഒന്നും മനസ്സിലാവുന്നില്ല. ഗബ്രി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാരണം ഇന്നലെ ഫുൾ ഇമോഷണലി വീക്ക് ആയിരുന്നു രണ്ടുപേരും. ഭയങ്കരമായിട്ട് കരയുന്നു, സങ്കടപ്പെടുന്നു, വിഷമം, ഒരാളില്ലാത്ത പിണങ്ങിയിരിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അതായത് ഒരു ലവേഴ്സ് എങ്ങനെയാണോ അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ രാവിലെ വന്നപ്പോഴത്തേക്കും അങ്ങനെയല്ല. ഇതേ ഇങ്ങനെ സംഭവം രാത്രി സംസാരിച്ചതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടോ ഒന്നും നമ്മുടെ ഇന്ന് മോർണിംഗ് ലൈവിൽ ഒന്നും കാണുന്നില്ല. ഇവരുടെ ഗെയിം എന്താണ്, അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും നല്ല പ്രണയത്തിലോട്ട് മാറുമോ അതോ രണ്ടുപേരും രണ്ട് രീതിയിലായി തിരിഞ്ഞു പോകുമോ ഒന്നും അറിയില്ല. കാരണം ഗബ്രി അവിടെ ഫുൾ എനിക്ക് തോന്നുന്നു ജാസ്മിൻ എന്നൊരാളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ഗബ്രി ആകെ ജാസ്മിന്റെ അടുത്ത് മാത്രമേ സംസാരിക്കുന്നതും ജാസ്മിന്റെ അടുത്ത് മാത്രമാണ് എല്ലാ കാര്യങ്ങളും പറയുന്നതും ഒക്കെ ഉള്ളു. അപ്പൊ ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെ പറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷെ ജാസ്മിൻ അങ്ങനെയല്ല. ജാസ്മിൻ അവിടെ എത്ര ആരുടെ അടുത്തൊക്കെ അടി ഉണ്ടാക്കിയാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടെ പോയി സംസാരിക്കുന്ന കാണാം. അതൊരു നല്ലൊരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ്, അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ജാസ്മിൻ ഒരു നല്ല ഗെയിമർ ആണ്. അതുപോലെ തന്നെ ഗബ്രും നല്ലൊരു ഗെയിമർ തന്നെയാണ്. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു നല്ലൊരു ഗെയിം സൃഷ്ടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഇവരെന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് കണ്ടിട്ട് ഒന്നും മനസ്സിലാവും. നമുക്ക് അല്ലെങ്കിൽ സാധാരണ ഓരോരുത്തരുടെ ഗെയിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഇങ്ങനെയായിരിക്കും ഗെയിം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ രീതി ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഗെയിമാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് ശരിക്കുള്ളതെന്ന്. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ എന്താകും എന്ന് അറിയത്തില്ല. ഇനി ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഒരു
ചെറിയൊരു മാറ്റം കാണാൻ സാധിക്കും. കാരണം വൈൽഡ് കാർഡ് എന്തായാലും ഈ ഗെയിംസ് എല്ലാം പുറത്തുനിന്ന് കണ്ടിട്ടാണ് നമ്മുടെ വീട്ടിനകത്തോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ജാസ്മിൻ ഗബ്രി ഇവരുടെ എതിർക്കായിരിക്കും ഒരു വൈൽഡ് കാർഡ്, ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് ആണ് വരുന്നതെങ്കിൽ എന്തായാലും ഇവർക്കെതിരെ നിന്ന് ഗെയിം കളിക്കാനായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു പക്ഷെ വേണമെങ്കിൽ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇനി ഇങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ പ്രഷർ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്കൊന്നും മനസ്സിലാവത്തില്ല അവരെന്താ കളിക്കുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളതൊന്നും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്താണ് നമ്മുടെ ജാസ്മിൻ ഗബ്രി അവരുടെ പുതിയ ഇത്. ഇന്നെന്തായാലും ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് രണ്ടുപേരും. ഇനി എണീറ്റ് പോയി ബാക്കി ലൈവ് ഞാൻ കണ്ടില്ല. അഥവാ വേറെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈവ് കണ്ടിട്ട് പുതിയ വീഡിയോ ഇടാം. അതുപോലെ തന്നെ പുതിയ പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. പ്രോമോ എല്ലാവരും കണ്ടായിരുന്നു. നാളെ അവിടെ ഒരു ഭയങ്കരമായ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ജിൻഡോ ആണ് അവിടെ വഴക്ക് ഉണ്ടാക്കുന്നത്. കാരണം ജിൻഡോന്റെ എതിരെയാണ് എല്ലാ വീട്ടുകാരും നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് അറിയത്തില്ല. ജിൻഡോ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഒരു ബോംബ് ഇട്ട് കാണും നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും എതിരായിട്ട്. തോന്നുന്നു റസ്മിനെതിരെയാണെന്ന് തോന്നുന്നു ശക്തമായ രീതിയിൽ ബോംബ് ഇട്ടേക്കുന്നത്. കാരണം റസ്മിനാണ് അവിടെ ഭയങ്കര രീതിയിൽ പ്രതികരിക്കുന്നത്. കാരണം എന്റെ സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. അറിയത്തില്ല എന്ത് കാര്യമാണ് പറഞ്ഞത്. ഓൾറെഡി നമ്മുടെ നോറയെ കുറിച്ച് ഒരു ബോംബ് ഇട്ടായിരുന്നല്ലോ. ബോംബ് ഇട്ട് നമ്മുടെ ജിൻഡോന്റെ കാര്യം പറയണേ, ജിൻഡോ ഇങ്ങനെ ഒരു ബോംബ് ഇടും. ബോംബ് ഇട്ടിട്ട് അത് ഭയങ്കരമായ രീതിയിൽ നമ്മുടെ വീട്ടുകാർ അത് പൊട്ടിക്കും. അതുപോലെ തന്നെ എല്ലാവരും പൊട്ടിക്കും. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന രീതിയിൽ ജിൻഡോ അങ്ങ് മാറിപ്പോവും. അങ്ങനെയാണ് സാധാരണ. കാരണം അവിടെ പൊട്ടലും ചുറ്റിലും ഉണ്ടായി ജിൻഡോയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എന്നിട്ട് ആള് അങ്ങനെ അതാണ് ജിൻഡോന്റെ ഒരു ഗെയിം. അതായത് ഒരു വ്യക്തിനെ പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും എങ്ങനെ എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് നമ്മുടെ, അതായത് ലാസ്റ്റത്തെ ഔട്ട്കം എന്താന്ന് വെച്ചാൽ ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണല്ലോ. അപ്പൊ ജിൻഡോയ്ക്ക് ഒരിക്കലും ജിൻഡോ ഒരു മണ്ടനായിട്ടോ അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയാത്ത ഒരു ക്യാരക്ടർ ആയിട്ടോ എനിക്ക് ഇതുവരെ തോന്നിയില്ല. കാരണം ജിൻഡോയ്ക്ക് നല്ല രീതിയിലുള്ള ബുദ്ധി ഉണ്ട്. ആ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് ജിൻഡോ അവിടെ ഇത്രയും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്. അവിടെ നല്ല രീതിയിൽ ഇപ്പൊ ഗെയിം കളിച്ചു പോകുന്ന ഒരാൾ തന്നെയാണ് ജിൻഡോ. പിന്നെ ജിൻഡോ ആയതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഏത് രീതിയിലാണ് എന്ത് കാര്യമാണ് പറഞ്ഞതെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല. അപ്പൊ ആ കാര്യം പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ വീട്ടുകാരും നമ്മുടെ ജിൻഡോനെതിരെയാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ അർജുനൊക്കെ ജിൻഡോനെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു ഭയങ്കരമായ ഒരു കാര്യം തന്നെയാണ് മൂപ്പരാൾ അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നാളെ വീഡിയോ നമുക്ക് കാണാം. അത് ഒരു വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഞാൻ തോന്നുന്നു. പിന്നെ പ്രോമോ ആയത് കൊണ്ടും നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പ്രോമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രതീക്ഷകളൊന്നും വെക്കണ്ട. എന്നാലും എന്തോ ഇതിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും സംതിങ് ഉണ്ടായിരിക്കുന്നു. എന്തായാലും നമുക്ക് കാണാം. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും വീഡിയോ അപ്ഡേഷൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.